നമസ്കാരം. നമുക്ക് റീസ്റ്റോറേഷൻ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു നോക്കടാ. ഏകദേശം അപ്പോളിസ്റ്റർ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, ഡാഷ്ബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, വയറിങ്ങും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ചില്ലറ വർക്ക് ഇനിയുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് കഴിഞ്ഞ് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഇനി അപ്പോളിസ്റ്ററി വർക്കാണ് ബാക്കിയുള്ളത്. അതും തന്നെ ആ വണ്ടിയാണെങ്കിൽ തന്നെ അപ്പോളിസ്റ്ററി വർക്ക് ബാക്കിയുള്ളതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡെലിവറിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന 2-3 വണ്ടികളുണ്ട്. റെഡിയായി നിൽക്കുന്ന വണ്ടികൾ. ഈ 3 ആളും ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഡെലിവറി കൊടുക്കാൻ റെഡിയായി നിൽക്കുന്ന 3 വണ്ടികളാണ്. ഇത് വന്നിട്ട് മധുരയിലേക്കാണ്, ഇത് വന്ന് തമിഴ്നാട് ശിവകാശിയിലേക്കാണ്, ഇത് ഒഡീഷയിലേക്കാണ് ഈ വണ്ടി പോകാനുള്ളത്. 3 ടൈപ്പ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ പക്ക ഒറിജിനാലിറ്റിയിൽ ചെയ്തൊരു വർക്കാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും പക്ക ഒറിജിനാലിറ്റിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോഗ് ലൈറ്റിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ ഇതൊക്കെ ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള അംബാസഡറാണ്. ഇതെല്ലാം കസ്റ്റമറുടെ വണ്ടികളാണ്. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച വണ്ടികളാണെങ്കിൽ ഈ വണ്ടികളാണെങ്കിലൊക്കെ കസ്റ്റമർ വണ്ടി തന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ്. കസ്റ്റമർ വണ്ടി തന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ വണ്ടികളൊക്കെ. അപ്പോൾ പലരും ധാരണ ഉണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് വണ്ടി വിൽക്കുകയാണ് എന്നുള്ള അങ്ങനെ ഒരു ധാരണ ഉണ്ട്, പല കമൻറ്റ് ബോക്സിലും ഉണ്ട്. അതേപോലെ തന്നെ കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഏകദേശം ഒരു 8 മാസം 9 മാസത്തോളമായിട്ട് നമ്മുടെ ഗാരേജിൽ മെയിൻ്റനൻസ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിലവിലുള്ള വർക്കുകളൊക്കെ പെൻഡിങ് ആണ്. ഏകദേശം 4 മാസം 5 മാസം മുമ്പൊക്കെ കൊടുക്കേണ്ട വണ്ടികൾ പോലും ഇതുവരെ കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇതാണ് സംഭവിച്ചത്. ഞങ്ങളുടെ ഗാരേജിനകത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയി. അപ്പോൾ ഏകദേശം നമുക്ക് ഇനിയൊരു പുതിയൊരു വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 മാസം കഴിഞ്ഞാലല്ലാതെ വർക്ക് എടുക്കാൻ പറ്റില്ല. മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്. ഞങ്ങൾക്ക് ഏറ്റെടുത്ത വർക്കുകൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട്. ഒരേ സമയം ഒരുപാട് വണ്ടികൾ ഒന്നിച്ച് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒന്നാമത് ഈ പഴയ വണ്ടിയുടെ വർക്കാവുമ്പോൾ നമുക്കതിന് അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. നമ്മളിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മളിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. നമ്മളെടുത്ത് തന്നാൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിയും എടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഗാരേജിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ഇപ്പോഴും ശരിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ സ്പീഡാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. നിലവിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കൊക്കെ ഇത്രയെങ്കിലും വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ തന്നെ ഇനി എന്നും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്യാനും നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ നമുക്കൊരു എനർജി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. ഇത് നോവ ക്ലാസിക്കാണ്. ഇത് വന്നിട്ട് അംബാസഡർ ഗ്രാൻഡ് ഇന്ന് ഇറക്കിയിരുന്നെങ്കിൽ ഏത് രീതിയിലാവും ഇറക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. അതിനെ അംബാസഡറിൻ്റെ ഗ്രാൻഡിൻ്റെ ഗ്രില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട്, ഗ്രില്ലാണെങ്കിലും അതിൻ്റെ ബമ്പറാണെങ്കിലും അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങൾ എക്സ്റ്റീരിയർ ലുക്ക് മൊത്തത്തിൽ ആ ഇന്നത്തെ അവസ്ഥയിലേക്ക് ആ ഗ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഏത് രീതിയിലാവും വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയാണെങ്കിൽ മാർക്ക് 3 ആണ്. മാർക്ക് 3നെ നമ്മൾ കുറച്ചൊരു മോഡിഫൈ ചെയ്തെടുത്ത് എക്സ്റ്റീരിയറിൽ നമ്മൾ വല്ലാതെ ഇതാക്കിയിട്ടില്ല. വീൽ ആർച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തി. പക്ഷേ ഇൻറ്റീരിയർ അത് കാണേണ്ട ഒരു സംഭവമാണ്. ജെന്യൂൻ ലെതറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ വേറെ ലെവലിൽ ചെയ്ത ഒരു സ്പോർട്ടി ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണത്. അവർ കളറ് ബ്ലൂ വേണം, ഉള്ളിൽ റെഡ് ആൻഡ് ബ്ലാക്ക് വേണം. ആ ഒരു 2 ഡിമാൻഡ് മാത്രമേ കസ്റ്റമർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ആ ഡിമാൻഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തുള്ളൊരു സംഭവമാണ്. അത് ഇൻറ്റീരിയറൊന്നും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൊള്ളിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ വണ്ടിൻ്റെ വീഡിയോസും നമ്മൾ ഓരോന്നായിട്ട് ചെയ്യും. അപ്പോൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.